ഞാൻ നിങ്ങൾക്ക് 3 ഫോണുകൾ കാണിച്ചു തരാം. ഇതിൽ ആദ്യത്തേതിന്റെ പ്രൈസ് 18,000, രണ്ടാമത്തേത് 25,000, മൂന്നാമത്തേത് 35,000. ഇതിൽ ഏത് ഫോണായിരിക്കും നിങ്ങൾ വാങ്ങുക? പ്ലീസ് വെയിറ്റ്. നിങ്ങളിപ്പോൾ ഒരു ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം മിക്ക ആളുകളും ഫോൺ വാങ്ങുന്ന സമയത്ത് ചെയ്യുന്ന മിസ്റ്റേക്സ് പ്രൈസ് നോക്കുന്നതോ അല്ലെങ്കിൽ ബ്രാൻഡ് നോക്കുന്നതോ അല്ല. ക്യാമറ, പ്രൊസസ്സർ, ബാറ്ററി, ഡിസ്പ്ലേ ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് ഫോൺ വാങ്ങാൻ നോക്കുന്നതാണ്. ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് ഫോൺ എന്നൊന്നില്ല. പെർഫെക്റ്റ് ഫോൺ ഫോർ യു മാത്രമാണുള്ളത്. ഈ വീഡിയോയിൽ ഒരു പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നല്ല, പെർഫെക്റ്റ് ഫോൺ ഫോർ യു, അതായത് നിങ്ങൾക്ക് വേണ്ട പെർഫെക്റ്റ് ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഫോണിൽ എന്താണ് ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ്, ഗെയിമിംഗ്, ഫോട്ടോഗ്രാഫി, ഓഫീസ് വർക്ക്. ഇതിൽ നിന്ന് നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾ വാട്സാപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, കോൾസ് അല്ലെങ്കിൽ OTT ഇവയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെയോ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഒരു മിഡ് റേഞ്ച് ഫോൺ മാത്രം മതിയാകും. എക്സ്പീരിയൻസിലും വലിയ വ്യത്യാസം ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്വാളിറ്റി, വീഡിയോ സ്റ്റെബിലൈസേഷൻ, ലോ ലൈറ്റ് പെർഫോമൻസ്, സ്കിൻ ടോൺസ്, HDR ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് നമ്പേഴ്സ് മാത്രമല്ല, റിയൽ ലൈഫ് റിസൾട്ടും വളരെ പ്രധാനമാണ്. ഇനി ഗെയിമിംഗ് ആണെങ്കിൽ പ്രൊസസ്സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രൊസസ്സർ മാത്രം പോരാ, കൂളിംഗ്, ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ്, ബാറ്ററി, ടച്ച് സാമ്പിളിംഗ് ഇവയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഫോൺ തന്നെ ചൂടായി FPS ഡ്രോപ്പ് ചെയ്യും. ധാരാളമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്യാമറയെക്കാട്ടിലും ഗെയിമിങ്ങിനെക്കാട്ടിലും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ബാറ്ററി ആയിരിക്കും. ബാറ്ററി കപ്പാസിറ്റി മാത്രമല്ല, സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. 5000 mAh ഉള്ള 2 ഫോണുകൾ പോലും ഒരേ ബാറ്ററി ബാക്കപ്പ് നൽകണമെന്നില്ല. സോ ഇതിൽ നിന്ന് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതാണ് ഫോൺ വാങ്ങുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ബഡ്ജറ്റ് തീരുമാനിക്കാതെ ഫോൺ സെർച്ച് തുടങ്ങരുത്. കാരണം 25,000 ഫോൺസ് നോക്കി നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ 30,000 ഫോൺ അതിനേക്കാട്ടിലും ബെസ്റ്റ് ആയിട്ട് തോന്നും. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 35,000 ഫോൺ അതിനേക്കാൾ നല്ലതായിട്ട് പോകും. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത അവസരം ബഡ്ജറ്റ് നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ ഡബിൾ ആകും. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പെർഫെക്റ്റ് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് മാക്സിമം 10% മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ട്രെച്ച് ചെയ്യുക. ഫോൺ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബജറ്റ് തീരുമാനിക്കണം. സാധാരണയായിട്ട് ബജറ്റിന് ഈ 4 കാറ്റഗറികളാണ് വരുന്നത്. 10,000 മുതൽ 15,000 വരെ, 15,000 to 25,000, 25,000 to 40,000, പിന്നെ 40,000 മുകളിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ. ബഡ്ജറ്റ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. കാരണം 20,000 ഫോൺ എപ്പോഴും 30,000 ഫോണിനേക്കാൾ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മാത്രം ആ ഫോൺ മോശമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. ഫോൺ വാങ്ങുന്ന എല്ലാവരും ആദ്യം ചെയ്യുന്നത് സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്പെക്സ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. 16GB റാം, 200 MB ക്യാമറ, 7000 mAh ബാറ്ററി, ഇതെല്ലാം തന്നെ മാർക്കറ്റിംഗ് നമ്പേഴ്സ് ആയിരിക്കും. യഥാർത്ഥത്തിലുള്ള എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. റാം കൂടിയോണ്ട് മാത്രം ഫോൺ സ്പീഡ് ആവണമെന്നില്ല. അതുപോലെ മെഗാ പിക്സൽസ് കൂടിയോണ്ട് മാത്രം ഫോട്ടോ നല്ലതാകണമെന്നില്ല. പ്രൊസസ്സർ പവർഫുൾ ആയതുകൊണ്ട് മാത്രം ഗെയിമിംഗ് ബെസ്റ്റ് ആവണമെന്നില്ല. ഹോൾ പാക്കേജ് ആണ് നോക്കേണ്ടത്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് AMOLED അല്ലെങ്കിൽ OLED ആണ് സെലക്ട് ചെയ്യേണ്ടത്. IPS ഡിസ്പ്ലേ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ബജറ്റ് ഏതാണ്ട് ഒരു 15,000 അതിന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ IPS കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AMOLED അല്ലെങ്കിൽ OLED സെലക്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിഫ്രഷ് റേറ്റ് ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് മസ്റ്റ് ആണ്. എഗെയിൻ നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ 90 Hz ഡിസ്പ്ലേയും ഓക്കെ ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റുമാണ് ഏറ്റവും ബെസ്റ്റ് കോംബോ. ഇനി ക്യാമറ സ്പെസിഫിക് ഫോൺ വാങ്ങുന്നവർക്ക് 108 MB, 200 MB ഇവയൊക്കെ തന്നെ മാർക്കറ്റിംഗ് നമ്പേഴ്സ് ആണ്. ഇത് മാത്രം നോക്കി ഫോൺ വാങ്ങാതിരിക്കുക. നല്ല ക്യാമറ തീരുമാനിക്കുന്നത് 3 കാര്യങ്ങളാണ്: സെൻസർ ക്വാളിറ്റി, ഇമേജ് പ്രോസസ്സിംഗ്, അതുപോലെ വീഡിയോ സ്റ്റെബിലൈസേഷൻ. ഉദാഹരണത്തിന് 50 MB ക്യാമറയുള്ള ചില ഫോണുകൾ 200 MB ക്യാമറ ഉള്ള ഫോണിനേക്കാൾ നല്ല ഫോട്ടോസ് എടുക്കും. അതുകൊണ്ട് തന്നെ സാമ്പിൾ ഫോട്ടോസ്, വീഡിയോ ടെസ്റ്റ് ഇവ കണ്ടതിന് ശേഷം മാത്രം ഫോൺ സെലക്ട് ചെയ്യുക. ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഫോണിൻ്റെയും സാമ്പിൾ ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ ടെസ്റ്റും ഒരുപാട് കിട്ടും. ഇതെല്ലാം നോക്കിയിട്ട് മാത്രം ഫോൺ സെലക്ട് ചെയ്യുക. ക്യാമറ സ്പെസിഫിക് ഫോൺ എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫോണിൽ OIS ഉണ്ടോ എന്നുള്ളതാണ്. മിക്കവാറും ഹൈ ബജറ്റ് ഫോണുകളിലൊക്കെ തന്നെ OIS ഉണ്ടാവും. പ്രൊസസ്സറാണ് ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, അല്ലെങ്കിൽ ഫോണിൻ്റെ ബ്രെയിൻ എന്ന് പറയാം. പലരും 12GB റാം ഒക്കെ കണ്ടിട്ട് ഫോൺ വാങ്ങും. പക്ഷേ വീക്ക് പ്രൊസസ്സർ ആണെന്നുണ്ടെങ്കിൽ റാം കൊണ്ട് യാതൊരു യൂസുമില്ല. സ്നാപ്ഡ്രാഗൺ, MediaTek Dimensity, ആപ്പിൾ ഇങ്ങനെ ചിപ്പ് സെറ്റുകൾ ധാരാളമുണ്ട്. ഇതിന്റെ സെലക്ഷൻ വളരെ സിമ്പിളാണ്. പ്രൊസസ്സറിന്റെ റിവ്യൂ നോക്കുക, പിന്നെ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കുക. ഇതിനെക്കുറിച്ച് അടുത്ത സ്റ്റെപ്പിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പലരും ഫോൺ വാങ്ങുന്നതിനും ആദ്യം നോക്കുന്ന ANTUTU സ്കോർ ആണ്. പക്ഷേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ANTUTU സ്കോർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫോണിന്റെ മുഴുവൻ എക്സ്പീരിയൻസ് കൺവേ ചെയ്യുന്നതല്ല. ANTUTU എന്ന് പറയുന്നത് CPU, GPU, മെമ്മറി, സ്റ്റോറേജ് എന്നിവയുടെ പെർഫോമൻസ് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്കോർ കൂടുതലാണെങ്കിൽ സാധാരണയായി കൂടുതൽ പെർഫോമൻസ് ലഭിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ഫോൺ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ, തെർമൽ മാനേജ്മെന്റ്, ബാറ്ററി എഫിഷ്യൻസി, റാം മാനേജ്മെന്റ് ഇവയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഹെവി വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രം ആൻറ്റിറ്റ്യൂഡ് സ്കോറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയാൽ മതി. എന്നാൽ സാധാരണ രീതിയിൽ ഒരു ഉപയോഗത്തിന് ഡീസൻറ്റ് പ്രോസസർ മതിയാകും. ആൻറ്റിറ്റ്യൂഡ് സ്കോറിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതില്ല. എന്നാൽ ബഡ്ജറ്റ് വൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10,000 വരെയുള്ള ഫോണിന് ഏതാണ്ട് 4 lakh ആൻറ്റിറ്റ്യൂഡ് സ്കോർ ആവശ്യമാണ്. 10,000 15,000 ഇടയിലുള്ള ഫോണാണെങ്കിൽ ഏതാണ്ട് 5.5 മുതൽ 6.5 lakh വരെ ഓക്കെയാണ്. 15 to 20,000 ഫോണിന് 7 lakh പ്ലസ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. 20,000 to 30,000 ആയാൽ 10 lakh അല്ലെങ്കിൽ 1 million പ്ലസ്. 30,000 to 40,000 വരെയുള്ള ഫോണുകൾക്ക് 13 lakh പ്ലസ് സ്കോർ നല്ലതാണ്. 40,000 മുകളിലുള്ള ഫോണുകളാണെങ്കിൽ 15 lakh പ്ലസ് സ്കോർ ഉള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സേഴ്സ് നോക്കുന്നതായിരിക്കും ബെസ്റ്റ്. മിനിമം റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 8GB റാമും അതുപോലെ തന്നെ 128GB സ്റ്റോറേജുമാണ്. ഹെവി യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 12GB റാം പ്ലസ് 256GB സ്റ്റോറേജ് ആയിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ ആപ്സ് എല്ലാം തന്നെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ്, വീഡിയോ ഇതെല്ലാം തന്നെ കൂടുതൽ സ്പേസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റോറേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്ററി കപ്പാസിറ്റി മാത്രം നോക്കരുത്. ഇപ്പോഴത്തെ ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പ് തീരുമാനിക്കുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്: പ്രോസസർ എഫിഷ്യൻസി, സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ടൈപ്പ്. ചാർജിംഗ് സ്പീഡ് നോക്കുന്ന സമയത്ത് 45 വാട്ട്സ് മുതൽ ഏതാണ്ട് 80 വാട്ട്സ് വരെ സാധാരണ യൂസേഴ്സിന് മതിയാകും. എല്ലാ ബ്രാൻഡിനും ഫാൻ ബോയ്സ് ഉണ്ട്. സാംസങ്ങിന് ഫാൻ ബോയ്സ് ഉണ്ട്, ഐഫോൺ, നത്തിങ്, ഷോമി ഇവർക്കെല്ലാം തന്നെ ഫാൻ ബോയ്സ് ഉണ്ട്. ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്താലും ആ ബ്രാൻഡിന്റെ വാല്യൂ കൂടി നോക്കേണ്ടതാണ്. അതായത് സർവീസ് സെന്റേഴ്സ് എത്രത്തോളം ഉണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് എത്രത്തോളം നല്ലതാണ്, വാറണ്ടി എത്രത്തോളം നൽകുന്നുണ്ട്, ഇങ്ങനെ ഓരോ ബ്രാൻഡിന്റെ ബ്രാൻഡ് വാല്യൂ കൂടി ഈക്വലി ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് ഫോൺ വാങ്ങുന്നതിന് മുമ്പും ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഫോൺ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ റിവ്യൂസ് എങ്ങനെ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ മാത്രം കണ്ടിട്ട് ഫോൺ വാങ്ങുക. മിനിമം 4-5 റിവ്യൂസ് കാണുക. അതുപോലെ തന്നെ എല്ലാ ഫോണിനും ഒരു നെഗറ്റീവ് റിവ്യൂസ് ആരെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അതുകൂടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ പലരും ലോങ് ടേം റിവ്യൂസ് ഇടാറുണ്ട്. അതായത് 30 days യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 60 days അല്ലെങ്കിൽ 3 months യൂസ് ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഇടുന്ന ലോങ് ടേം റിവ്യൂസ് ഉണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ മാത്രമാണ് ഫോണിന്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കാനായിട്ട് പറയുന്നത്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഫോൺ സെലക്ട് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് വളരെ സിമ്പിളാണ്. ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്യുക, നിങ്ങളുടെ യൂസേജ് സെലക്ട് ചെയ്യുക, അതിന് പറ്റിയ 3 ഫോൺസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം സോഫ്റ്റ്വെയർ നോക്കുക, ക്യാമറ സാമ്പിൾസ് നോക്കുക, ബാറ്ററി നോക്കുക, പിന്നെ റിവ്യൂസ് കമ്പയർ ചെയ്യുക. അതിനുശേഷം മാത്രം ഫോൺ ബൈ ചെയ്യുക. ഇനി നിങ്ങൾ ഏത് ഫോണാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ഏത് ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതൊക്കെ കണ്ട് നല്ലൊരു ഫോൺ സെലക്ട് ചെയ്ത് വാങ്ങിയാൽ മാത്രം പോരാ. ഫോൺ ഓർഡർ ചെയ്ത് കൈ കിട്ടില്ല, ആദ്യത്തെ 1 മണിക്കൂർ ചെയ്ത് നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ നോക്കി നിങ്ങൾ നല്ലൊരു ഫോൺ വാങ്ങുന്നത് മൊത്തം വേസ്റ്റ് ആവും. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണിത്. ഇത് കാണുക.